ചെപ്പിക്കുള്ളിൽ വീണുവോ മഴവില്ലിൻ ചെരുവിലൂടെ നീ ആകാശം മടവിറങ്ങിയോ നോക്കുന്ന ദിക്കിലാകവേ ചെടിയെല്ലാം പൂവണിഞ്ഞോ മനമാകെ ചാഞ്ചാടി. ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. ഒരു ലേസി ആയിട്ടുള്ളൊരു ഡേ. ലേസിന്ന് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല, കാര്യം വൈകുന്നേരം എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനുണ്ട്. അപ്പോൾ അതിന് മുമ്പുള്ള കുറേ കാര്യങ്ങളാണ് ഞാനിതിൽ കാണിച്ചിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഓൾമോസ്റ്റ് അങ്ങനെയുള്ള ഡ്യൂട്ടി ദിവസങ്ങളിലെ ഒരു ദിവസമൊക്കെ പോകുന്നത് കേട്ടോ. രാവിലെ കുറേ നേരം വൈകി എണീക്കും, പിന്നെ എൻ്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ വൈകുന്നേരം ആക്കും. അതിനുശേഷം പിന്നെ ഡ്യൂട്ടിക്ക് പോകും. അങ്ങനെയാണ് ഈ ഒരു ദിവസം പോയത്. അപ്പം അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ രാവിലെ തന്നെ ഒരു 9 മണി 9:30 ആകുമ്പോഴേ ഞാൻ എണീക്കുള്ളൂ ആ ഒരു സമയത്ത്. കാരണം ബാക്കിയുള്ള ദിവസം നേരത്തെ എണീക്കുന്നില്ല, അപ്പോൾ അതുകൊണ്ട് അന്ന് കുറച്ച് ലേറ്റായിട്ട് എണീക്കുള്ളൂ. എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച്, ഇപ്പം നന്നായിട്ട് വെള്ളം കുടിക്കണം, ബിക്കോസ് ഭയങ്കര ചൂടല്ലേ, ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, അൺസഹിക്കും. അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് ബ്രഷൊക്കെ തേച്ച് ആസ് യൂഷ്വൽ രാവിലത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം പോയിട്ട് കുറച്ച് സ്കിൻ കെയർ ചെയ്തു. വലിയ സ്കിൻ കെയർ ഒന്നുമല്ല, ഒരു പോൺസിൻ്റെ മോയ്സ്ചറൈസർ, ഡമാക്കോൻ്റെ ഒരു സെറം, ഡമാക്കോൻ്റെ സൺസ്ക്രീൻ, ഇതൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒരു കുട്ടി സ്കിൻ കെയർ ചെയ്തു. പിന്നെ സൺസ്ക്രീൻ ഞാൻ വീട്ടിൽ നിന്ന് ഇടാറില്ല. പിന്നെ ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെറം ഉപയോഗിക്കുമ്പോൾ സൺസ്ക്രീൻ ഇടണമെന്ന് ഞാൻ എവിടേക്കോ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കും എന്നാൽ പിന്നെ മുമ്പിലായിട്ട് മിസ്സാക്കണ്ട, എന്തായാലും ഇട്ടേക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതും കൂടെ ഇട്ട് കൊടുക്കും കേട്ടോ. എനിക്ക് ഭയങ്കര മടിയാണ് സൺസ്ക്രീൻ ഉപയോഗിക്കാൻ. കാര്യം എത്ര പൈസ വെറുതെ അത്രയും പൈസ കളയണമെന്ന് വിചാരിച്ച് ഞാൻ പിശിക്കാണ് സൺസ്ക്രീൻ ഉപയോഗിക്കുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനിങ്ങനെ വരുമ്പോഴാണ് അച്ഛൻ്റെ അമ്മേൻ്റെ റൂമിൽ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. രാവിലത്തെ ഒരു സൺലൈറ്റൊക്കെ ഇങ്ങനെ വന്നിട്ട് നല്ല അടിപൊളി ലുക്കായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്നാൽ പിന്നെ അവിടുന്ന് കുറച്ച് സ്നാപ്പും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു പിങ്ക് കേർട്ടനിലൂടെ അങ്ങനെ സൺലൈറ്റൊക്കെ വന്ന് നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മളെ വീട്ടിലത്തെ കുറച്ച് മീനുകളുണ്ട്, ഓക്കെ, അതിന് ഞാൻ കുറച്ച് ഫിഷൊക്കെ ഇട്ട് കൊടുത്തു. നല്ല രസമാണ് അങ്ങനെ കൊത്തി തിന്ന് കാണാൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അമ്മ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അമ്മേനെ ഒന്ന് ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാൻ. അപ്പം ഞാൻ പിന്നെ അമ്മ ഇങ്ങനെ പറഞ്ഞതല്ല വിചാരിച്ചിട്ട് ഞാൻ പോയി, അല്ലെങ്കിൽ ഞാൻ പോട്ടോ. അങ്ങനെ അമ്മേനെ വണ്ടിയിലാക്കി കൊടുക്കാൻ വേണ്ടി പോയി. അപ്പം ഇതാണ് നമ്മളെ വണ്ടി. അപ്പോൾ വണ്ടി മൂടിയൊക്കെ ഇട്ടതായിരുന്നു രാത്രി കിടക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി എന്നിട്ട് ഞാൻ വേഗം അമ്മേനെയും കൊണ്ടുപോയി. പോകുമ്പോൾ അമ്മേനോട് എടുത്തുതരാൻ പറഞ്ഞതാണ്. അമ്മ എനിക്കാൻ എടുത്ത് വെച്ചത് എന്നാലും ഇവിടെ കിടക്കട്ടെ, ഓക്കെ. പിന്നെ തിരിച്ചു വരുമ്പോൾ ഞാൻ പരീക്ഷണം നടത്തി. ഇങ്ങനെ നമ്മുടെ വണ്ടീൻ്റെ പോക്കറ്റിനുള്ളിൽ ഫോൺ വെച്ചിട്ട് എടുത്ത വീഡിയോ ആണിത്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട് കാണാൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതല്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നതിന് ശേഷം വീട്ടിലെത്തിയപ്പോഴത്തേനും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നു നമ്മളെ പൂരിയും ഒരു മസാലക്കറി ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് ഞാൻ നന്നായിട്ട് ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചു. ഞാനിങ്ങനെയാണ് എവിടെയും പോകാനൊന്നുമില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര സമാധാനമായിട്ട് ടി വി ഒക്കെ കണ്ട് അല്ലെങ്കിൽ ഫോണിലൊക്കെ എന്തെങ്കിലുമൊക്കെ കണ്ട് ഇങ്ങനെ ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിട്ടാണ് എൻ്റെ എല്ലാ പരിപാടികളും നടക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ റൂമിലേക്ക് വന്നപ്പം എല്ലാം വിരിച്ചൊക്കെ ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ ബെഡൊക്കെ തട്ടി ഒന്ന് വിരിച്ചൊക്കെ ഇടുന്നുണ്ട്. പിന്നെ സാധാരണ ഉണ്ടാകുന്ന അത്ര വൃത്തിയായിട്ടൊന്നും എൻ്റെ റൂമിൽ ഇന്നില്ല. കാര്യം വലുതായിട്ട് തലേന്ന് രാത്രി കിടക്കുമ്പം എപ്പോഴും നല്ല വൃത്തിയാക്കിയിട്ട് ഞാൻ കിടക്കുള്ളൂ. അല്ലാണ്ട് എനിക്കങ്ങനെ വൃത്തിയായിട്ട് കിടന്നുറങ്ങാൻ എനിക്കിഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും നല്ല നീറ്റാക്കിയിട്ടൊക്കെ കിടന്നുറങ്ങലുള്ളൂ. പിന്നെ ആരൊക്കെ എന്തൊക്കെയോ അവിടെ നിന്നൊക്കെ എടുത്തിട്ട് അങ്ങനെയൊക്കെ വലിച്ചു വരുന്നത് ഞാൻ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ കുറേ തുണി മടക്കാണ്ടായിരുന്നു. കുറച്ച് തുണി മടക്കാണ്ടായിരുന്നു. ഞാൻ അവിടെ ഇടയ്ക്ക് അങ്ങനെ കൂട്ടിയിട്ടത്. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെച്ച്, തുണി മടക്കുന്ന പരിപാടി എനിക്ക് ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, എന്തോ എനിക്ക് ദേഷ്യം വരും ചെയ്യുമ്പോൾ. അങ്ങനെ അത് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ചെയ്തു. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ നോക്കുന്നത്. പിന്നെയും നോക്കിയപ്പോഴും അവിടെ ഇടയ്ക്ക് കുറേ സാധനങ്ങൾ പിന്നെയും വലിച്ചു വാരി നടക്കുന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാമെന്ന് ഓർത്ത് ഇങ്ങനെ നിന്നപ്പോഴാണ് എനിക്ക് വെള്ളത്തിന് നയിച്ച്. പിന്നെ ഞാൻ എവിടേക്കോ വെള്ളത്തിൻ്റെ ബോട്ടിൽ ഞാനിങ്ങനെ കൊണ്ട് നടക്കുന്നതുകൊണ്ട് അവിടെ ഇടയ്ക്ക് ഉണ്ടാവും. അപ്പോൾ അത് പോയി എടുത്തോണ്ട് വന്നിട്ട് കുറേ വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റുന്നില്ല ഗൈസ്. എന്തൊരു ചൂടാണോ, സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നോക്കിയപ്പോഴാണ് എൻ്റെ ഈ സൺസ്ക്രീൻ അല്ല, എന്താ നമ്മളെ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഒക്കെ വെക്കുന്ന ഒരു ഭാഗമുണ്ട്. അവിടെയൊക്കെ ഭയങ്കര മെസ്സായിട്ടിരിക്കുന്നു. പിന്നെ ഈ ഒരു ഷെൽഫ് മൊത്തം മെസ്സാണ്. പിന്നെ വലിയ ഓവർ മെസ്ഡായിട്ട് കിടക്കാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നാൽ പിന്നെ അതൊന്നും എടുക്കാൻ വേണം. കാരണം അതെടുത്ത് വൃത്തിയാക്കാൻ തന്നാൽ കുറേ സമയം എടുക്കും. അതുകൊണ്ട് ഈ മുകളിൽ വെച്ച് ഈ സൺസ്ക്രീനും പിന്നെ ഞാൻ സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മളെ ഈ സ്കിൻ കെയർ ഐറ്റംസ് അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ച്. ഇത് സ്കിൻ കെയർ മാത്രമൊന്നല്ല ഉള്ളത്, ഇതിൻ്റെ കൂടുതൽ പെർഫ്യൂമൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നാലും സ്കിൻ കെയർ എന്ന് പറയാം, ഓക്കെ. അങ്ങനെ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടോ. പിന്നെ ഈ ഷെൽഫ് ഈ ഓർഗനൈസർ ഞാനിത് മുമ്പ് ഒരിക്കലും എൻ്റെ ബുക്സൊക്കെ വെക്കാൻ ഉണ്ടാക്കിയാണ്. പിന്നെ എനിക്ക് അത് ആ ഒരു ക്രേസൊക്കെ അങ്ങ് പോയപ്പം പിന്നെ ഞാനത് ഒഴിവാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയല്ലേ. ആ ഒരു കവറൊക്കെ ചെയ്യാൻ ഞാൻ കുറേ ടൈം എടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത്രയും ഹാർഡ് വർക്ക് അതിന് പിന്നിലുള്ളതുകൊണ്ട് എനിക്കത് ഒഴിവാക്കാൻ തോന്നിയില്ല. അങ്ങനെ ഞാനതിൽ ഈ സൺസ്ക്രീൻ പിന്നെ ഈ സൺസ്ക്രീനാണ് പറഞ്ഞത്. പിന്നെ ഈ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെ ഇട്ടൊക്കെയാന്ന് വിചാരിച്ച് അങ്ങനെ അതാകെ പൊട്ടി പാളീസാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ മറ്റേ നമ്മളൊരു ഓർഗനൈസർ ബോക്സ് ഉണ്ട്, അപ്പോൾ അതും കൂടെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇത് വെച്ചിട്ട് അതിനുള്ളിൽ ഈ സാധനങ്ങളൊക്കെ വെച്ചെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാം പറക്കിക്കൂട്ടി അതിൽ വെക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സമാധാനം കാണാൻ.
പിന്നെ നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താ എല്ലാ സാധനവും 2 എണ്ണം ഇതെന്ന്. അത് ഞാനും എൻ്റെ സിസ്റ്ററും അങ്ങനെയാണ്, ഞങ്ങളെല്ലാം 2 എണ്ണം വെച്ച് വാങ്ങും. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് തീർന്നു സാധനങ്ങൾ. അപ്പോൾ അതുകൊണ്ട് എല്ലാം 2 എണ്ണം വെച്ച് വാങ്ങും. അങ്ങനെ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചപ്പോൾ തന്നെ കാണുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഉച്ചയായപ്പോഴത്തേനും ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ തലയിൽ കുറച്ച് എണ്ണ ഇടാണ്. കാരണം കുറേ ദിവസമായി ഹെയർ ഓയിലൊക്കെ ഇട്ടിട്ട്, കാര്യം എൻ്റെ മുടി ഓൾറെഡി ഫ്രിസ്സിയാണ്. കളർ ചെയ്തപ്പോൾ കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട് ഫ്രിസിനെസ്. പക്ഷെ ഞാൻ വിചാരിച്ച് ഇങ്ങനെ തിരക്കൊക്കെ ആയിട്ട് എണ്ണയൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ ഇന്നെന്തായാലും എണ്ണയൊക്കെ ഇട്ടിട്ട് തലൊന്ന് കുളിക്കാമെന്ന് വിചാരിച്ച് പിന്നെ മുടിയൊക്കെ കെട്ടി വെച്ചതിന് ശേഷം ഞാൻ വേഗം പോയിട്ട് പിന്നെ കുറേ നേരം പുറത്തൊക്കെ കറങ്ങിയടിച്ച് നടക്കുകയായിരുന്നു. കാര്യം ആ എണ്ണയൊന്ന് പിടിച്ചൊന്ന് സെറ്റ് ആവണമല്ലോ. ആ സമയം കൊണ്ട് ഞാൻ പുറത്തേപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു സണ്ണി ക്ലൈമറ്റും പ്ലസ് നല്ലൊരു കാറ്റൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വണ്ടിയൊക്കെ ചെറുതായിട്ടൊന്ന് മൂടിയിട്ട് പിന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തൊക്കെ ഇരുന്നു. പിന്നെയും സമയം പോക്കാനൊന്നും വേറെ ഒന്നും ഇല്ലാതായപ്പോൾ ഞാൻ പിന്നെ അകത്ത് വന്നിട്ട് നമ്മളെ ഈ സിനിമയില്ലേ ദങ്കൽ സിനിമ ഉണ്ട്, അതെൻ്റെ ഫോണിലുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി കണ്ട സിനിമയാണ്. പക്ഷേ എനിക്ക് ഒന്നുകൂടെ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് കുറച്ച് സ്നാക്കൊക്കെ വെച്ചിട്ട് ഞാനത് കുറച്ച് ഭാഗം ഇരുന്ന് കണ്ട്. അപ്പോഴത്തേനും മുടിയിൽ എണ്ണയൊക്കെ ഒന്ന് സെറ്റായെന്ന് തോന്നിയപ്പോൾ ഞാൻ വേഗം പോയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ നേരം പിന്നെയും അവിടെ ഇങ്ങനെ തിരിഞ്ഞ് കളിച്ച് പിന്നെ അവസാനം ഞാൻ പോയിട്ട് കുളിക്കാൻ വേണ്ടി തയ്യാറെടുത്തു. അങ്ങനെ പിന്നെ ഇതിന് ശേഷം ഞാൻ അധികം ക്ലിപ്പൊന്നും എടുത്തില്ല. പിന്നെ എനിക്ക് ടൈം ഉണ്ടായില്ല, സത്യം പറഞ്ഞാൽ ടൈമില്ല എന്നല്ല, പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നോക്കിയപ്പം നല്ല രസമുണ്ടായിരുന്നു. പുറത്ത് നല്ല കാറ്റൊക്കെ വീശി നല്ല രസമുണ്ടായിരുന്നു. എനിക്കിഷ്ടമാണ് ഇങ്ങനെയുള്ള സമയത്ത് വെറുതെ ഇങ്ങനെ ഒരു പണിയില്ലാണ്ട് വെറുതെ ഇങ്ങനെ ഇരിക്കാൻ. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് പിന്നെയും ഒരു കുളി കഴിഞ്ഞ് വന്നാലും വിചാരിച്ച് പിന്നെ கொஞ்சம் എൻ്റെ സ്കിൻ കെയർ ഒക്കെ ചെറുതായിട്ടൊന്നും ചെയ്തു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോറിനൊക്കെ പോയി. പിന്നെ അതൊന്നും ഞാൻ കാണിച്ചില്ല കേട്ടോ, പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. നോർമൽ ആസ് യൂഷ്വൽ നമ്മളിങ്ങനെയാണ് ചോറുന്ന് അതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ചോറൊക്കെ തിന്ന് അതിനുശേഷം പിന്നെ എൻ്റെ ഫ്രീ ടൈമാണ്. പിന്നെ എനിക്ക് ഒരു പണി ഉണ്ടാവില്ല, അതുവരെ വൃത്തിയാക്കൽ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും, പിന്നെ ഒരു പണി ഉണ്ടാവില്ല. പിന്നെ ഞാൻ പോകുന്ന വരെയുള്ള സമയം ഞാൻ വെറുതെ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുക. ഫോണിൽ തോണ്ടിയിരിക്കും, ഇല്ലെങ്കിൽ TV കാണും, വെറുതെ എൻ്റെ ഓരോ കോപ്രായങ്ങളും കളിച്ചിങ്ങനെ നടക്കും. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേനും സംഭവം നോക്കിയപ്പോൾ 5:30 അങ്ങനെ ഉണ്ടായി. എനിക്ക് 6:30ക്കാണ് ബസ്. അപ്പോൾ അതിന് മുന്നേ എനിക്ക് പായണം. അപ്പം പിന്നെ ബാക്കി സമയമൊന്നും ഉണ്ടായില്ല. പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ ഒന്നും നടന്നില്ല. ഫോണിൽ ചാർജ് ഉണ്ടായില്ല. അങ്ങനെ അവസാനം ഞാൻ ചിന്നുൻ്റെ ഫോണിലാണ് ഈ ക്ലിപ്പൊക്കെ എടുത്തത് കേട്ടോ. അങ്ങനെ എങ്ങനെയൊക്കെയോ ഓടിപ്പാഞ്ഞ് എല്ലാ പരിപാടികളും തീർത്ത് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചപ്പോഴത്തേന് തന്നെ 6:15 അങ്ങനെ എത്ര ആയി. എനിക്ക് വേഗം ഓടിയാലേ ബസ് കിട്ടുള്ളൂ. അങ്ങനെ ഞാൻ പിന്നെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് വേഗം പോയി. പിന്നെ പ്രത്യേകിച്ച് ടൈമും ഉണ്ടായില്ല, പിന്നെ ഒന്നും കാണിക്കാനും പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ടൊന്നും കാണിച്ചില്ല കേട്ടോ. അങ്ങനെ എല്ലാം എടുത്തൊക്കെ വെച്ച് സെറ്റായിട്ട് വേഗം ഓടിപ്പോയി. പിന്നെ ഞാൻ പോകുന്ന വഴിക്ക് 1-2 ക്ലിപ്സ് എടുത്തിട്ടുണ്ട്, ലൈക്ക് ഫുഡ് വാങ്ങിയതിൻ്റെയും പിന്നെ ബസ്സിൽ പോകുമ്പോഴും അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ല. അപ്പം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ആസ് യൂഷ്വൽ ഒരു ഡേ പോകുന്നത്. ഒരു ഡ്യൂട്ടിയൊക്കെ ഉള്ള ദിവസം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പോകുന്നത്. അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക. പിന്നെ ലൈക്ക് ചെയ്യണം, എല്ലാം ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, എന്തൊക്കെയോ പരിപാടികളുണ്ടല്ലോ ഒക്കെ ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.